അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, നാം നിലകൊള്ളുന്ന മാസം പരിശുദ്ധമായ ശഅബാൻ മാസമാണ്. റജബുൻ ഷഹറുല്ലാഹി വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അല്ലാഹുവിൻ്റെ മാസവും റമളാൻ ഉമ്മത്തിങ്ങളുടെ മാസവും ശഅബാൻ എൻ്റെ മാസവുമാണ്. എൻ്റെ മാസമാണെന്ന് വിശേഷിക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ശഅബാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയും വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ കഴിച്ചാൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. കാരണം ശഅബാൻ മാസം റമളാൻ മാസത്തിൻ്റെ ഒരു ട്രയൽ മാസവും കൂടിയാണ്. ശഅബാൻ മാസത്തിൻ്റെ പകുതിയിലെ രാത്രി ലൈലത്തുൽ ബറാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്കെല്ലാം സുപരിചിതമായതും നാളിതുവരെ താബിയങ്ങളും താബിയങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ആദരിക്കപ്പെടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാത്രി, അഥവാ ശഅബാനിലെ 15-ാം രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. ഈ പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ മുബാറകത്തിലാണ്, ബറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ്. ഏതാണ് ബറക്കത്താക്കപ്പെട്ട രാത്രി? മഹാരഥന്മാരായ മുഫസ്സിരിങ്ങൾ ലൈലത്തുൽ ഖദ്റാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പറ്റം പണ്ഡിതന്മാർ പറയുന്നു അത് ലൈലത്തുൽ ബറാഅത്താണ്, അഥവാ ശഅബാനിലെ 15-ാം രാത്രിയാണ്. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ മുഫസ്സിറും താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നുള്ള പ്രഗൽഭനായ സ്വഹാബി വരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളും കൂടിയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഹിയ ലൈലത്തുൻ നസ്ഫി മിൻ ശഅബാന ഫീഹാ മിനസ്സനതി ഫീഹാ അംറുസ്സന വയുൻസഖുൽ അഹ്യാഉ മിനൽ അംവാതി വയുക്തബുൽ ഹാജ്ജു ഫലാ യുസാദു ഫീഹിം അഹദുൻ വലാ യുൻഖസു മിൻഹും അഹദുൻ. ഇമാം ഖുർത്തുബി, ഇമാം റാസി, അതുപോലെ റൂഹുൽ ബയാന്, സ്വാവി, ഇങ്ങനെ ഒരുപാട് മുഫസ്സിരീങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൈലത്തും മുബാറകത്തും ബറക്കത്താക്കപ്പെട്ട പുണ്യമേറിയ രാത്രി എന്ന് ഇവിടെ ദുഹാൻ സൂറത്തിൽ പറഞ്ഞത് അത് ബറാഅത്തിൻ്റെ രാത്രിയെ പറ്റിയാണ്. ആ ബറാഅത്തിൻ്റെ രാത്രിയിലാണ് ഹയാത്തുള്ളവർ, ഇനി മരിക്കുന്നവർ ആരാണെന്നും ഈ വർഷം ഹജ്ജിക്ക് പോകുന്നവർ ആരാണെന്നും എല്ലാം രേഖപ്പെടുത്തുന്നത്. അന്നത്തെ രാത്രി ഒരുപാട് സവിശേഷതകളുണ്ട്. ബറാഅത്തിൻ്റെ രാത്രി എന്നുള്ളത് ഇത് കേരളക്കാരോ കർണാടകക്കാരോ തമിഴ്നാട്ടുകാരോ ഉണ്ടാക്കിയ പേരൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, കാനബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ യുസമ്മി ലൈലത്തൽ ഖദ്രി ലൈലത്തൽ തഅലീമി വലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ലൈലത്തൽ ബറാഅത്തി വലൈലത്തൽ ഈദൈനി ലൈലത്തൽ ജായിസ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പ്രഗൽഭനായ റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്രേ, എന്തെന്ന്? ലൈലത്തുൽ ഖദ്റിന് ലൈലത്തുൽ തഅലീം എന്നും ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാനക്ക്, അഥവാ ശഅബാനിലെ 15-ാം രാത്രിക്ക്, പകുതിയിലെ രാത്രിക്ക് ലൈലത്തുൽ ബറാഅത്ത് എന്നും സ്വഹാബി വര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പേര് പറഞ്ഞിരുന്നു എന്ന് ഇമാം അഷ്ശൈഖ് അബുൽ ഹസൻ മാവർദി തങ്ങൾ തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബറാഅത്ത് രാത്രി എന്നുള്ളത് പുതുമയുള്ള ഒരു പേരൊന്നുമല്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൽ തന്നെ ഉള്ള പേരാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പേര് പറയണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിക്കുകയും വേണം. മാത്രവുമല്ല, നമുക്കൊക്കെ സുപരിചിതമായ ഒരു സംഭവമാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയപ്പെടുന്ന 5-ാം ഖലീഫ എന്ന വിശേഷം സിദ്ധിച്ച ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബറാഅത്തിൻ്റെ രാത്രി ഒരുപാട് നിസ്കരിക്കുകയും ആ നിസ്കരിച്ച് തീർന്നപ്പോൾ ഫവജദ റകഅതൻ ഖളറ, പച്ച വരി കടലാസ് വരി രേഖപ്പെടുത്തപ്പെട്ട ഒരു കഷ്ണം അവിടെ കിട്ടി. അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ പ്രകാശം ആകാശം വരെ തട്ടുന്നുണ്ട്. ആ കടലാസ്
ഗ്ലാസോ ആ എഴുതപ്പെട്ടതായ ആ കഷ്ണമോ നോക്കിയപ്പോൾ അതിൽ കാണുന്നു ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് അബ്ദിഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മലിക്കുൽ അസീദായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് നരകമോചനത്തിൽ നിന്നുള്ള ഒരു കത്താണിത്, ഒരു രേഖയാണ്. ഇമാം ഇസ്മായിൽ അൽ ഹഖി തങ്ങൾ തൻ്റെ റൂഹുൽ ബയാനിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനത്തിൻ്റെ രാത്രി എന്നാണ്. മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്നും ശൈത്താനിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന രാത്രിയാണ്. അതുപോലെ മുഅ്മിനല്ലാത്തവരെ റഹ്മാനായ റബ്ബിൽ നിന്ന് വിദൂരമാക്കപ്പെടുന്ന രാത്രിയും കൂടിയാണ്. അല്ലാഹു കാകട്ടെ. ഈ ലൈലത്തുൽ ബറാഅത്ത്, ഈ ബറാഅത്ത് ഇത് ലൈലത്തുൽ ഖദർ അല്ലെങ്കിലും ഇതിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഫഹാദിഹിൽ ലൈലത്തു വഇല്ലം തകുൻ ലൈലത്തുൽ ഖദ്രി ഫലഹാ ഫളുൻ അലീമുൻ വഖൈറുൻ ജസീമുൻ വകാന സലഫു യുഅല്ലിമൂനഹാ വയുശമ്മിറൂന ലഹാ ഖബല ഇത്യാനിഹാ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജിൽ മാലിക്കി തങ്ങളെ തൻ്റെ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇത് ബറാഅത്ത് രാത്രി ലൈലത്തുൽ ഖദർ അല്ലെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാലും ഈ രാത്രിയെ ഒരുപാട് ഇമാമിങ്ങൾ, സലഫു സ്വാലിഹ്യങ്ങൾ, മുൻകഴിഞ്ഞതായ സച്ചരിതരായ പണ്ഡിതന്മാർ ഇതിനെ ബഹുമാനിച്ചിരുന്നു, ഇതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു, ഇതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു. ഇത് മഹാരഥന്മാരായ ഒരുപാട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. എന്തിനേറെ ബറാഅത്ത് രാത്രിയെ നിഷേധിക്കുന്ന ഇന്നത്തെ പുത്തൻവാദികൾ, അവർ ആദരിക്കുന്ന ഇബ്നു തൈമിയ വരെ തൻ്റെ മജ്മുഉൽ ഫതാവയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ലിഹാദിഹിൽ ലൈലത്തി ഫളൻ അലീമ, ഈ രാത്രിക്ക്, ബറാഅത്ത് രാത്രിക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, അത് ജാഹിലിയങ്ങളല്ലാതെ അത് നിഷേധിക്കൂല എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. ഈ രാത്രിയെപ്പറ്റി ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാലിൻ, 5 രാത്രികൾ ദുആക്ക് ഉത്തരം നൽകപ്പെടും. അതിൽ ഒരു രാത്രിയിൽ ജുമുഅന്റെ അന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രി, മറ്റൊന്ന് പെരുന്നാൾ രാത്രി, പെരുന്നാൾ 2 രാത്രി, മറ്റൊന്ന് റജബിലെ 1-ാമത്തെ രാത്രി, അതുപോലെ ഷഅബാൻ പകുതിയിലെ രാത്രി അഥവാ ബറാഅത്ത് രാത്രി. ഈ ബറാഅത്ത് രാത്രിയിലൊക്കെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ബലഗന, നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു എന്ന കിതാബിൽ പറഞ്ഞതായിട്ട് ഇവിടെ മഹാരഥന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയുള്ളതായി കിട്ടലല്ല, ഏതെങ്കിലും തട്ടുകടയിൽ നിന്നോ ഏതെങ്കിലും ചായക്കടയിൽ നിന്നോ കിട്ടിയ വിവരമല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഷാഫി ഇമാം തങ്ങൾ പറയുമ്പോൾ ഒരുപാട് ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിഷയമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലൈലത്തുൽ ബറാഅത്ത് മോചനത്തിൻ്റെ രാത്രി, ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതിനിക്ക് ഉണ്ടാകാനുള്ളതായ കാരണം ഒരുപാട് റീസൺസുകൾ അതിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് സംഭവ വികാസങ്ങൾ അന്നത്തെ രാത്രി നടന്നിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് പറയാൻ അതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഈ ലൈലത്തുൽ ബറാഅത്തിന് ശ്രേഷ്ഠത വരാനുള്ളതായ കാരണം ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം, ദുഖാൻ സൂറത്തിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. യുക്തിപൂർണമായ കാര്യങ്ങളെല്ലാം അന്നാണ് വിഹിതിക്കപ്പെടുന്നത്, തീർമാനിക്കപ്പെടുന്നത് അല്ല, വിഹിതിക്കപ്പെടുന്നത്, ഓരോരാളുടെ കയ്യിൽ അന്ന് ഏൽപ്പിക്കപ്പെടുന്നത് അന്നത്തെ രാത്രിയാണ്. ഒരു മഹത്വം അതാണ്. മറ്റൊന്ന്, നുസൂലുർ റഹ്മത്ത് ഇറങ്ങുന്ന മാസമാണ്. ഇന്നല്ലാഹ യൻസിലു റബ്ബുനാ തബാറക വ തആല ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാന, അള്ളാഹിൻ്റെ പ്രത്യേകമായ ഒരു രാത്രി, ബറാഅത്തിൻ്റെ അന്ന് രാത്രി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ബറാഅത്തിൻ്റെ അന്ന് രാത്രി ഇറങ്ങുമെന്ന് ഒരുപാട് ഹദീസുകളിൽ നിന്ന് തെളിയുന്ന കാര്യമാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് എന്നും ഉണ്ടെങ്കിലും പ്രത്യേകമായ റഹ്മത്ത്, ദുആക്കുത്തരമുള്ള റഹ്മത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, അന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്താൽ ഒരുപാട് ശ്രേഷ്ഠതകൾ. അന്നത്തെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായ അല്ലാഹു അവൻ്റെ റഹ്മത്തിനെ ചൊരിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്നവർക്ക് ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകൾക്കുള്ള രോമത്തിനേക്കാൾ കൂടുതൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അറബി ഗോത്രങ്ങളിലെ ഏറ്റവും അധികം അറബികളിൽ അറിയപ്പെട്ട ഏറ്റവും രോമമുള്ള ഒരു ആടായിരുന്നു ബനൂ കൽബ് ഗോത്രക്കാരിലെ ആടുകൾ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ലാത്ത ദോഷങ്ങൾ
പൊറുക്കപ്പെടുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, അന്നത്തെ രാത്രിയാണ് കഅബയിലേക്ക് ഖിബലയെ തിരിക്കപ്പെട്ടത്. ഏകദേശം ഒരു 16 മാസത്തോളം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തിരിഞ്ഞും കൊണ്ടായിരുന്നു നിസ്കരിച്ചത് അള്ളാഹിൻ്റെ ഓർഡർ പ്രകാരം. പിന്നെ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമെന്നോളം ഖദ്നറാത തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ, തങ്ങൾക്ക് പൊരുത്തമായ ആ കഅബയിലേക്ക് തങ്ങൾ തിരിയുക എന്നുള്ള ആ വിളംബരം ഉണ്ടായ രാത്രി. അങ്ങനെ അന്നത്തെ രാത്രിയാണ് കഅബയിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഒരേ നിസ്കാരത്തിൽ ഫലസ്തീനിലേക്ക് മുന്നിട്ട് അതേ നിസ്കാരത്തിൽ തന്നെ കഅബയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ മസ്ജിദുൽ ഖിബ്ലതൈൻ എന്ന് മദീനയിൽ അറിയപ്പെടുന്ന പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രാവശ്യം ആ സ്ഥലത്തിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെ പിന്നെ അഞ്ചാമത്തെ പ്രത്യേകത, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന ആയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാ ദോഷങ്ങളും പൊറുക്കാനും എല്ലാ നിലക്കുള്ളതായ ശ്രേഷ്ഠതകൾ ലഭ്യമാകാനുള്ളതായ ഒരു പ്രത്യേകമായ ഒരു സൽക്കർമ്മമാണല്ലോ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ളതായ സ്വലാത്ത്. ഈ സ്വലാത്ത് പറയാനുള്ള ആജ്ഞ ഇറങ്ങിയ ആയത്താണല്ലോ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്നുള്ളത്. ഈ ആയത്ത് ഇറങ്ങിയത് ബറാഅത്തിന്റെ അന്ന് രാത്രിയാണെന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. ഈ കഅബ അന്നത്തെ രാത്രിയാണ് തിരിക്കപ്പെട്ടത് എന്ന് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ, അതുപോലെ റൗളയിലും, അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലും, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബിദായത്തു വന്നിഹായിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയാനുള്ള ആയത്തിറങ്ങിയ രാത്രിയാണ് ബറാഅത്തിൻ്റെ അന്ന രാത്രി. ആറാമത്തെ പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന് പരിപൂർണമായ അധികാരം നൽകിയ രാത്രിയാണ്. അങ്ങനെ ഒരു ആറാമത്തെ രാത്രി. ഏഴാമത്തെ പവർ അന്ന് സംസം വെള്ളത്തിന് ഏറ്റമുണ്ടാകുന്ന രാത്രിയാണ്. അന്ന് സംസം വെള്ളത്തിന് പ്രത്യേകമായ ഒരു ഏറ്റമുണ്ടാകുമെന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നത്. മറ്റൊരു എട്ടാമത്തെ പ്രത്യേകത, അന്ന് സിയാറത്ത് ചെയ്യേണ്ട രാത്രിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ താമസിക്കേണ്ടെന്ന അന്നത്തെ രാത്രി അത് ഒരു ബറാഅത്തിൻ്റെ രാത്രിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ കിടന്നിറങ്ങിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അന്വേഷിച്ച് നോക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീഇൽ സിയാറത്ത് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അല്ലയോ ആയിഷ, നിങ്ങൾ പേടിച്ചുവോ? നിങ്ങളുടെ രാത്രി മറ്റു ഭാര്യമാരുടെ അടുത്ത് പോയി എന്ന് നിങ്ങൾ വിചാരിച്ചുവോ? വേണ്ട, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ രാത്രി പ്രത്യേകമായ ഒരു രാത്രിയാണ്. ഇന്ന് അള്ളാഹിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങുന്ന രാത്രിയാണ്. ഇന്ന് റിസ്ക് ചോദിക്കുന്നവർക്ക് റിസ്ക് കൊടുക്കുന്ന രാത്രിയാണ്. ദോഷങ്ങൾ പൊറുക്കാൻ ചോദിക്കുന്നവർക്ക് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന രാത്രിയാണ്. അങ്ങനെ എന്തു ചോദിച്ചാലും ഉത്തരങ്ങൾ ലഭ്യമാകുന്ന രാത്രിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്തു. അന്നത്തെ രാത്രിയാണ്. അപ്പോൾ സിയാറത്ത് ചെയ്യേണ്ട രാത്രി അന്നത്തെ രാത്രിയാണ്. നമ്മുടെ കുടുംബാദികളെ പോയി സിയാറത്ത് ചെയ്യണം. ഷഅബാൻ 15 അഥവാ ബറാഅത്തിൻ്റെ രാത്രി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. സജദ ലൈലൻ തവീല, നീണ്ട രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സുജൂദിലായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് താമസിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു അന്നഹു ഖുബിലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി എന്ന് വരെ സംശയിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ സുജൂദിന്റെ അടുത്തേക്ക് പോയി കാതോർത്ത് അവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആഇരക്കുന്നു, അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക വഅഊദു ബിർളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻക എന്നുള്ളതായ ജല്ല വജ്ഹുക ലാ ഉഹ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക എന്നുള്ള ദുആ ദ്വാരക്കുന്നതായി കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ദുആ നബി സല്ലല്ലാഹു തങ്ങൾക്ക് രാവിലെ പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ലയോ ആയിഷ, ഈ ദുആ നിങ്ങൾ പഠിച്ചോ? അപ്പോൾ പറഞ്ഞു, ഞാൻ പഠിച്ചു നബിയേ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞത്, തഅല്ലമീഹിന്ന വഅല്ലിമീഹിന്ന, അതിനെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഇതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം ഈ ദുആ എനിക്ക് പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പഠിപ്പിച്ചത് മാത്രമല്ല അമറനി അൻ ഉറദ്ദിദഹുന്ന, ഈ ദുആയിനെ ആവർത്തിച്ച് പറയാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടതും കൂടിയാണ്. അപ്പോൾ ഒരുപാട് പവറുകൾ ഉള്ളതാണ്. അതോടുകൂടെ അന്നത്തെ രാത്രിയാണ്
പിന്നെ അന്നത്തെ രാത്രിയാണ് എല്ലാ കാര്യങ്ങളും അമലുകൾ ഉയർത്തപ്പെടുന്നത് ഡെയിലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ആനുവൽ ആയിട്ടുണ്ട്. ദിവസത്തിൽ ഒരിക്കൽ, അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ, അതുപോലെ മാസത്തിൽ ഒരിക്കൽ, അതുപോലെ കൊല്ലത്തിൽ ഒരിക്കൽ. ഈ ആനുവലായിട്ടുള്ള കൊല്ലത്തിൽ ഒരിക്കൽ ഉയർത്തപ്പെടുന്നതായ ദിവസം അത് ബറാഅത്തിന്റെ അന്ന് രാത്രിയാണെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ 10ാമത്തെ പ്രത്യേകത, അന്നത്തെ രാത്രി ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. അന്നത്തെ ദിവസം ദോഷങ്ങൾ പൊറുക്കപ്പെടും. വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ആശിക്കുന്ന ഒരു കാര്യമാണ് നാം ചെയ്തതായ പാവങ്ങൾ, കുറ്റകൃത്യങ്ങൾ നമ്മളിൽ നിന്ന് ഇല്ലാതെയാകണം, അതിനെ ഇവിടെ മായ്ച്ചു കളയണം എന്നുള്ളത്. അതിന് പറ്റുന്ന നല്ല ഒരു രാത്രിയാണ് ഷഅബാൻ 15 എന്ന രാത്രി. പക്ഷേ ശിർക്ക് വെച്ചവനും, അതുപോലെ കള്ളുകുടി നിത്യമാക്കിയവനും, അതുപോലെ വ്യഭിചാരം ചെയ്തവനും, അതുപോലെ കുടുംബബന്ധം മുറിച്ചവനും, അതുപോലെ ശത്രുത വെച്ച് പകവെച്ച് നടക്കുന്നവനും, അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, അതുപോലെ ജ്യോതിഷ്യൻ, ഇങ്ങനത്തതായ 5-7 കൂട്ടർക്ക് ദോഷങ്ങൾ പൊറുക്കപ്പെടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭിന്നമായ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. വളരെയേറെ പ്രതീക്ഷയുള്ള രാത്രിയാണ് ബറാഅത്തിന്റെ എന്ന രാത്രി. അന്നത്തെ രാത്രി ഈ 7 കൂട്ടർക്ക്, കള്ളുകുടിയൻ, വ്യഭിചാരി, കള്ളുകുടി നിത്യമാക്കിയവൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ, മറ്റുള്ളവരോട് പകവെച്ച് നടക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നവൻ, അതുപോലെ ശിർക്ക് വെക്കുന്നവൻ, ഇവർക്കൊന്നും അന്നത്തെ രാത്രി പുറത്തു കൊടുക്കൂല. അള്ളാഹു നമ്മളേവരെയും സലാമത്താക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മഹത്വം പറയാൻ പോയാൽ ഒരുപാട് മഹത്വങ്ങൾ പറയാനുണ്ട്. അന്ന് ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ. മഗ്രിബ് ഇഷാഇൻ്റെ ഇടക്ക് ദുഹാൻ സൂറത്ത് ഓതുക. കാരണം ബറാഅത്തിൻ്റെ പവർ പറയുന്ന പ്രത്യേകമായ ഒരു സൂറത്താണ് ദുഹാൻ സൂറത്ത് ഓതുക. മറ്റ് മഗ്രിബ് ഇഷാഇൻ്റെ ഇടക്ക് 3 യാസീൻ ഓതുക. ആ 3 യാസീൻ തുടരെയായിട്ട് ഓതണം. ഇടക്ക് സംസാരിക്കാൻ പാടില്ല. ഒന്ന് തൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, മറ്റൊന്ന് തൻ്റെ റിസ്ക്കിൽ വിശാലതയും ബറക്കത്തുണ്ടാകാൻ വേണ്ടി, മറ്റൊന്ന് മരിക്കുമ്പോൾ ഈമാനികമായി ഹുസ്നുൽ ഖാത്തിമത്തായി വിജയികളിൽപ്പെട്ടവനായ നിലക്ക് മരിക്കാൻ വേണ്ടി. ഇങ്ങനെ 3 യാസീന് ഓതുമ്പോഴും ഓരോ യാസീനിൻ്റെ അവസരത്തിൽ ഈ 3 ഉദ്ദേശങ്ങൾ വെക്കുക. എന്നിട്ട് ഈ യാസീൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ യാസീൻ ഓതണം എന്നുള്ളത് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ 7-ാം വാള്യം 443-ാം പേജ്, ഇത്ഹാഫ് അസ്സയ്യിദ് ഹസൻ സബീദി തങ്ങളുടെ ഇത്ഹാഫിലെ 3-ാം വാള്യം 427-ാം പേജ്, നിഹായത്തുൽ അമൽ അഷേഖ് മുഹമ്മദ് ദിമിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിഹായത്തുൽ അമൽ ഗ്രന്ഥത്തിലെ 280-ാം പേജ്, മുജറബാത്ത് ദൈറബി അഹമ്മദ് ബിൻ ദൈറബി തങ്ങൾ തൻ്റെ മുജറബാത്തിലും, അൽ വസായിലു ഷാഫി അലിൽ അദ്കാർ നാഫി എന്ന കിതാബിലെ അഷേഖ് മുഹമ്മദ് ബിൻ അലി തിരിയമി റളിയല്ലാഹു അൻഹു ഇവരെല്ലാം ഈ 3 യാസീൻ ഓതുന്നതിന് വിഷയം പറഞ്ഞതാണ്. അപ്പോൾ ഇത് കെട്ടുകഥയല്ല, ഇത് ഇന്നുണ്ടാക്കിയവരല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കിതാബുകളുടെ പേരെല്ലാം പറഞ്ഞത്. സൂറത്ത് യാസീൻ ലിമാ ഖുറിഅത് ലഹു, സൂറത്ത് യാസീൻ എന്തൊരു ഉദ്ദേശത്തിൽ ഓതിയോ ആ ഉദ്ദേശം പൂർത്തിയാകുമെന്നാണ്. അപ്പോൾ 1-ാമത്തെ യാസീൻ ഓതേണ്ടത് തൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി, അങ്ങനെ ഉദ്ദേശം വെച്ചിട്ട് ആണ് ഓതാൻ തുടങ്ങേണ്ടത്. ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. 2-ാമത്തേത് തൻ്റെതായ റിസ്ക്കിൽ വിശാലതയും ബറക്കത്തുണ്ടാകാൻ വേണ്ടി. 3-ാമത്തെ യാസീന് വിജയിയായിട്ട് മരിക്കാൻ വേണ്ടി. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളതാ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, മരിക്കുമ്പോൾ നരകത്തിന്റെ അഹ്ലുകാർക്കുള്ള അമൽ ചെയ്തിട്ട് അവൻ നരകാവകാശിയായി അവൻ മരിക്കുന്നു. നഊദു ബില്ലാഹ്. അതുകൊണ്ട് വിജയിയായി മുസ്ലിമായി മുഅ്മിനായി മരിക്കണമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതിന് വേണ്ടിയാണ് മറ്റൊരു യാസീൻ, 3-ാമത്തെ യാസീൻ ഓതേണ്ടത്. അത് പ്രത്യേകമായ ഒരു കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ വല്ലാതെ യുദ്ധം ചെയ്തു. ഘോരമായ ശക്തിയുക്തമായ യുദ്ധമാണ്. എല്ലാവരും പറഞ്ഞു ഇയാൾക്ക് സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇയാൾ നരകത്തിൻ്റെ ആളാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതായി ഇയാൾ അവസാനം മരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചത്. അപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നല്ല നോക്കേണ്ടത്, മരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് മരിക്കുന്നത്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ
യാസീൻ സൂറത്ത് ഓത, 3 യാസീൻ സൂറത്ത് ഓത. എന്നിട്ട് അല്ലാഹുമ്മ യാദൽ മന്നില്ലദീ ലാ യമുന്നു അലൈക എന്ന് പറഞ്ഞും കൊണ്ടുള്ള ദുആ, ആ ദുആ ഈ 3 യാസീനു ശേഷം ദുആർക്കുക. അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക. അന്ന് ചോദിച്ചതായ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു ഉത്തരം നൽകുന്നു എന്ന് ഹദീസിൽ പ്രത്യേകമായി വാരിതായതാണ്. പിന്നെ അന്നത്തതായ പകൽ അഥവാ രാത്രി കഴിഞ്ഞിട്ടുള്ള 15-ാം പകൽ അന്ന് നോമ്പ് നോക്കുക. ഈ നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് ഒരുപാട് ഇമാമിങ്ങൾ, പ്രത്യേകിച്ചും അന്ന് 15-ാം ദിവസമാകുമ്പോൾ അയ്യാമുൽ ബീളാണ്. അയ്യാമുൽ ബീളിൽ നോമ്പ് നോക്കണം എന്നുള്ളത് മുസ്ലിമീങ്ങൾ ഒത്തൊരുമയോടുകൂടെ എല്ലാ പണ്ഡിതന്മാരും തർക്കമില്ലാതെ പറയുന്ന വിഷയമാണ്. അപ്പോൾ 15-ൻ്റെ അന്ന്, ഷഅബാൻ 15-ൻ്റെ അന്ന് പ്രത്യേകമായിട്ട് നോമ്പ് നോക്കുന്നത് എന്തിന്? അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാന ഫഖൂമു ലൈലഹാ വഖൂമു നഹാറ. 15-ാം ഷഅബാൻ 15-ാം രാത്രിയായാൽ അന്നത്തെ രാത്രി നിങ്ങൾ നിസ്കരിക്കുകയും അന്നത്തെ പകൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയും നോമ്പ് അനുഷ്ഠിക്കുകയും വേണമെന്ന് ഇബ്നു മാജാ റിപ്പോർട്ട് ചെയ്ത ഹദീസും കൂടി ഉണ്ടാകുമ്പോൾ ആ ഹദീസ് തെളിവിന് പറ്റുന്ന ഹദീസാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു കൂടി പറയുന്നുണ്ട്. അപ്പോൾ 15-ൻ്റെ അന്ന്, ഷഅബാൻ 15-ൻ്റെ അന്ന് നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് ഇമാം റംലി തങ്ങളും ഇമാം ഇബ്നു ഹജർ തങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് മാസത്തിലെ അയ്യാമുൽ ബീൾ എന്ന നിലക്കാണ്. ഇമാം റംലി തങ്ങൾ പറയുന്നു അത് മാത്രമല്ല, ലൈലത്തുൽ യൗമുൽ ബറാഅത്ത് എന്ന നിലക്കും കൂടിയാണ്. അപ്പം അന്ന് നോമ്പ് സുന്നത്താണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ലത്വായിഫുൽ മആരിഫിൽ ഇബ്നു റജബിൽ ഹംബലി തങ്ങളും പറയുന്നുണ്ട്. ഇമാം സ്വാവിയിലെ ബഹുമാനപ്പെട്ടവരും അഹ്മദ് സ്വാവി തങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫത്താവ റംലി, ഫത്താവുൽ കുബ്ര, സ്വാവി, ലത്തായിഫുൽ മആരിഫ്, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അന്നത്തെ ദിവസം നോമ്പ് സുന്നത്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഫർള് നോമ്പ് ഖളാ ഉള്ളവർ ഫർള് നോമ്പിന് തന്നെ കരുതാം. അങ്ങനെ കരുതിയാൽ ആ പിന്നെ അന്നത്തെ ബറാഅത്തിൻ്റെ നോമ്പും കൂടി ആ ദിവസത്തിൽ സംഭവിച്ചത് കൊണ്ട് ആ കൂലിയും കൂടി കിട്ടുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ബറാഅത്തിൻ്റെ രാത്രിക്ക് ഒരുപാട് പവറുകൾ, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അന്നത്തെ രാത്രി കൊണ്ടു നടക്കേണ്ടതുപോലെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്കും നാമായി ബന്ധപ്പെട്ടവർക്കും ഈ വോയിസ് കേൾക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് ഒരുപാട് പറയാണ്ട് വോയിസ് സമയം നീണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും അന്നത്തെ രാത്രിയും അല്ലാത്ത ദുആകളിലും ഈ വിനീതനുമായി ബന്ധപ്പെട്ട കുടുംബക്കാർക്കും ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.